കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട്ടിലെത്തി. ബത്തേരിയിലെത്തിയ കേന്ദ്രമന്ത്രി ബി.ജെ.പി. നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. കേരള, കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നിലവിലെ അവസ്ഥ ചർച്ച ചെയ്യും. സുർജിത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, എന്തൊക്കെയാണ് കേന്ദ്രമന്ത്രിയുടെ കാര്യപരിപാടികൾ? അനുജ, ബി.ജെ.പി. നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയാക്കി. അദ്ദേഹം ഇപ്പോൾ വാഗേരിയിലെ മൂടക്കൊല്ലിയിലെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണിക്കാൻ കഴിയും. അദ്ദേഹം ഇവിടേക്ക് എത്തുന്നു. എന്തായാലും അതിനു മുമ്പ്, അതായത് നേരത്തെ അദ്ദേഹം ഒരു 5 മണിയോടുകൂടിയാണ് വയനാട്ടിൽ എത്തിയത്. വയനാട്ടിൽ അതിനുശേഷം ബി.ജെ.പി. നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പി.കെ. കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. സംസ്ഥാന നേതാവ് എന്നുള്ള നിലയ്ക്ക് പി.കെ. കൃഷ്ണദാസ് അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട്. അതിനുശേഷം ഈ കുടുംബാംഗങ്ങളെ കൂടിക്കാഴ്ച നടത്തും. ഇത്തരത്തിൽ മരിച്ച കുടുംബാംഗങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇതിനുശേഷം അദ്ദേഹം പോകുന്നത് പാക്കത്തേക്കാണ്. പാക്കത്തെ പോളിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തും. പോളിൻ്റെ വീട്ടിൽ എത്തിയ ശേഷം അജീഷിൻ്റെ വീട്ടിലും അദ്ദേഹം ഇന്ന് പോകുന്നുണ്ട്. നാളെ കളക്ട്രേറ്റിൽ അവലോകന യോഗം ചേരുന്നുണ്ട്. ആ അവലോകന യോഗത്തിൽ അതിനുശേഷം കൃത്യമായ രീതിയിൽ എന്തൊക്കെ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. അതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം നാളെ അദ്ദേഹം നടത്തുന്നുണ്ട്. കളക്ട്രേറ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗം നടക്കുന്നത്. അതായത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗമാണ് നടക്കുന്നത്. ഈ ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ ഈ യോഗത്തിൽ സംബന്ധിക്കും. ഇതിനുശേഷം എന്തൊക്കെ പദ്ധതികളാണ് നടപ്പാക്കാൻ പോകുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഇന്ന് രാവിലെ ബന്ദിപ്പൂരിലും അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. ബന്ദിപ്പൂരിൽ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. ഈ മുതുമല ടൈഗർ റിസർവും ഒപ്പം തന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസർവും വയനാട് വന്യജീവി സങ്കേതവും ഉൾപ്പെടുന്ന കോറിഡോർ, ആ കോറിഡോറിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം കൂടി നാളെ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. എന്തായാലും ഈ സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള വിമർശനം, പ്രത്യേക ടിവികൾ ഇറങ്ങുന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട്ടിലെത്തി. അദ്ദേഹം ബി.ജെ.പി. നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. ഇനി വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കും. നാളെ എന്തൊക്കെ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നതിലൊരു വിശദീകരണം വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും.